കൺമഷി. എന്താ കായസഞ്ചിയുമായി പമ്മി പമ്മി? എന്താ അതിനകത്ത്? ഹനുമാൻ കോയിലെ പ്രസാദ. ഹനുമാൻ കോയിലെ പ്രസാദം എനിക്ക് തരാൻ പാടില്ലെന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാരെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? നല്ല കട്ടി കുറെ ഉണ്ടല്ലോ. ഉണ്ണിയപ്പം പായസമാ. ഓ എന്നാ കുറച്ചിങ്ങിതാ. ഉണ്ണിയായിരുന്നപ്പോ കഴിച്ചതാ ഉണ്ണിയപ്പം. അമ്മാവൻ കുടിച്ചതല്ലാതെ കുളിച്ചില്ലല്ലോ. കുളിക്കാം. എന്നാ മോൻ കുളിച്ചിട്ട് വരും, ഞാൻ പ്രസാദം തരാം. കുളിക്കുന്നു. കുളിച്ചിട്ടെങ്കിലും അത് ബോധം തന്നെ. പൂച്ചയുടെ ഒരു നോട്ടം കണ്ടില്ലേ? ഇവിടെ കിടക്കട്ടെ. മാറ്, എനിക്ക് പോണം. ഇവിടം വരെ വന്നിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? ദേ മര്യാദക്ക് വഴിന്ന് മാറ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവി ആളെ കൂട്ടും. അത് നിന്റെ സ്ഥിരം പരിപാടിയല്ലേ. പക്ഷെ അത് ഇവിടെ ചീറ്റിപ്പോ. ആരെങ്കിലും വന്നാ ആദ്യം തന്നോട് ചോദിക്കുക എന്തിനായി ഈ മുറിയിൽ വന്നതെന്നാ. അതുകൊണ്ട് അടങ്ങി ഇവിടെ നിൽക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് കേട്ടിട്ട് പോയിക്കോ. ഐ എം സോറി. സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. എന്തിന്? ഇന്നലെ ഞാൻ അങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എന്റെ അച്ഛൻ എന്നെ തല്ലേന് നിങ്ങൾ എന്തിനു വിഷമിക്കണം? എന്തിനാണെന്ന് ചോദിച്ചാ ഐ ലവ് യു. മനസ്സിലായില്ലേ? ലവ്, പ്രേമം, ഇഷ്ക്. അയ്യടാ, അങ്ങനെ ഇപ്പൊ മോൻ ഇഷ്കണ്ട. അതിനെ വേറെ ആള് നോക്ക്. ഇഷ്ക് എന്താ ഇത്? പറഞ്ഞില്ലേ, പ്രേമം. ഒരാൾ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറഞ്ഞിട്ടല്ലേ പോകേണ്ടത്? അതല്ലേ നിന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി ചെയ്യേണ്ടത്? ഒരാണ് വഴിന്ന് മാറ്. എന്താ ഞാനൊരാണെന്ന് തോന്നില്ലേ? കൺമഷി, ഇഷ്ക്. എന്നിട്ടെന്താ ഞാനിങ്ങോട്ട് ഓടിപ്പോന്നു. നീ അവനെ വെറുതെ വെറുതെ ശരിയായില്ല. കൊടുക്കണ്ടേ കർണ കുറ്റിക്ക്? അത് അത് എന്താ നിന്റെ കൈ പൊങ്ങിയില്ലേ? ആരെന്തൊക്കെ പറഞ്ഞാലും ആ ചേട്ടനെ കാണാൻ നല്ല ഭംഗിയാ. ഞാനായിരുന്നെങ്കിൽ അപ്പ തന്നെ ഐ ലവ് യു എന്ന് പറയായിരുന്നു. മിണ്ടായിരുന്നോ അവിടെ? മുളച്ച് പൊങ്ങിയിട്ടില്ല, അപ്പോഴേക്കും അവളുടെ ലവ്. അവന്റെ കേസ് ഇങ്ങനെ വിട്ടാ അപകട. മുളയിലേ നുള്ളണം. നമുക്ക് അവനൊരു പണി കൊടുത്താലോ? കൊടുക്കുന്ന മന സ്ട്രോങ് ആയിരിക്കണം. അതോടെ അവൻ ബോംബെ തെരുവിലെത്തണം. അതൊന്നും വേണ്ടടാ, പ്രശ്നമാവും. നീ വരണമെന്നില്ല, അതൊക്കെ ഞങ്ങൾ ആണുങ്ങൾ കൈകാര്യം ചെയ്തോളാം. നിന്നെ തല്ലു വിളിച്ചതും പോരാഞ്ഞിട്ട് നിന്നോട് വൃത്തികേടും പറഞ്ഞില്ല പൂച്ചക്കണ്ണൻ? എന്നോട് വൃത്തികേടൊന്നും പറഞ്ഞില്ല. അപ്പൊ ലവ് ആണെന്ന് പറഞ്ഞതോ? അത് വൃത്തികേടാണോ? കൺമഷി, സത്യം പറ, നിനക്ക് അവനോട് ലവ് ഉണ്ടോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ പോട്ടെ. ആ ഓട്ടത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ. കൺമഷിക്ക് ലവ് ആയോ? അതിന് നീ എന്തിനെങ്കിലും പേടിക്കുന്നത്? ലവ് ആയാലോ? പ്രോത്സാഹിപ്പിക്കണം. ആ പൂച്ചക്കണ്ണിന് മോനെടുക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കണോ? കൃഷ്ണ കൃഷ്ണ കൃഷ്ണ
എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വിട്. വിഷ്ണു, ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ. വിടാൻ. പോരുത്. വിടാനാ പറഞ്ഞത്. വിടില്ല ഞാൻ എന്റെ വിഷ്ണുവിനെ. ഞാൻ വിടില്ല. ഞാൻ വിടില്ല. വിടില്ല ഞാൻ. വിടില്ല. 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 എന്തത് സാരി പിടിച്ചു വലിക്കുന്നു? രാവും പകലും ഇല്ലാതെ പിള്ളേരുടെ കൂടെ നടന്ന് ബേളം വെച്ച് ഉറക്കത്തിലും അതാ പരിപാടിയല്ലേ? മര്യാദ കിടന്ന് ഉറങ്ങാൻ നോക്ക്. വീടില്ല അത്രേ. കൃഷ്ണ, കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭക്തവത്സല, നിത്യകാമുക, എന്നോട് കനിവുണ്ടാവണേ. പ്രേമിക്കുന്നവരുടെ മനസ്സ് നിനക്കറിയാവുന്നത് പോലെ മറ്റാർക്കാണ് അറിയാവുന്നത്? നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. നിന്റെ ഭക്തയായ എന്റെ കാമുകിയോട് ഈ ഭക്തന്റെ പ്രേമാപേക്ഷ തള്ളിക്കളയരുതെന്ന് ഒന്ന് പറയണം. ഓ ഈശ്വര, കൃഷ്ണ, ഗുരുവായൂരപ്പ, രക്ഷിക്കണേ. അതെ, ഒന്നും മിണ്ടാതെ പോയാൽ എങ്ങനെയാ? നന്ദി, വളരെ നന്ദി. എന്താ ഇത്? മാല, ഇഷ്ടദൈവങ്ങൾ നമ്മുടെ കഴുത്തിൽ ചാർത്തി തന്ന മാല. പറയൂ, ഇനിയെങ്കിലും പറയൂ, എന്നെ ഇഷ്ടമാണോ? എനിക്ക് പോണം. പറയായിരുന്നു. പറഞ്ഞാലോ? എവിടെ പോയി? ഇതാ, എവിടെയും പോയിട്ടില്ല. ഞാൻ പോവാ. കൺമഷി, എന്താ പെങ്ങളെ, ഇതിനൊരു കണക്കില്ലേ? അമ്മാവിന് എത്രാമത്തെ ചപ്പാത്തിയാ? രണ്ടാമത്തെ ഞാൻ നോട്ട് ചെയ്തു. അമ്മാവൻ ഈ പ്രായത്തിൽ രാത്രിയിൽ ഒരു ചപ്പാത്തിയിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. ചേട്ടനൊന്നും മിണ്ടായി. അമ്മാവൻ കഴിച്ചോട്ടെ. നോ, ഐ ഒബ്ജെക്ട്. ഒരു ചപ്പാത്തിയിൽ 40 കലോറി ഊർജ്ജമുണ്ട്. ചുമ്മാ പ്രാർത്ഥനയും പുസ്തകവുമായിട്ട് കഴിയുന്ന അമ്മാവൻ ഈ ഊർജ്ജമൊക്കെ എവിടെ കൊണ്ട് കളയും? ഒടുവിൽ ഷുഗറും കൊളസ്ട്രോളും അമ്മാവന്റെ ശരീരത്തിനെ ബാധിക്കില്ലേ? ഇല്ല, ഞാനിന് സമ്മതിക്കില്ല. പല്ലും നഖവും ഉപയോഗിച്ച് ഞാനത് തടയും. അമ്മാവൻ എനിക്കിങ്ങനെ കുറച്ചാലും കൂടെ കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ എന്താ വരുന്നു വിഷ്ണു ഭഗവാൻ. വൈകുണ്ഠത്തിലെ യൂണിഫോം ബനിയനിക്കറുവാണോ? ആന്റി, എനിക്ക് ബ്രെഡ് ടോസ്റ്റ് മതി. ആഹാരത്തിന് മുമ്പിൽ ഇരുന്ന് കോപ്രായം ഒന്നും വേണ്ട. ആഹാരം മഹാലക്ഷ്മിയാണ്. അമ്മ പറഞ്ഞു കേട്ടല്ലേ? ഈ കുന്തം ചെവി തിരികെ വെച്ച് എങ്ങനെ പറയുന്നത് കേൾക്കുന്നത്? എടാ, എന്താ ഇത് നോൺസെൻസ്? നോൺസെൻസ് അല്ല, നോസെൻസ്. അതല്ലേ നീ കുന്തം ചെവി തിരികെ കയറ്റി കിടക്കുന്നത്? എടാ, ആഹാരത്തിന്റെ മുമ്പിൽ ചില മര്യാദകളൊക്കെ ഉണ്ട്. അമേരിക്കയിൽ പോയി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? തീൻ മേശ മര്യാദകളുടെ ടേബിൾ മാനേഴ്സ്. ടേബിൾ മാനേഴ്സ് പഠിക്കാനല്ല ഞാൻ അമേരിക്കയിൽ പോയത്. നിർത്തോ. താനെന്താ കരുതിക്കൂട്ടി വഴക്കൊണ്ടാക്കാൻ വന്നിരിക്കുക? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ചില ചിട്ടകളൊക്കെ ഉണ്ട്. അതനുസരിക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ താമസിച്ചാൽ മതി. മനസ്സിലായോ? നിങ്ങൾക്കുള്ളത് പോലെ എനിക്കും ഉണ്ട് ചില ചിട്ടകൾ. അതൊന്നും അത്ര പെട്ടെന്ന് മാറ്റാൻ ഒക്കില്ല. എഴുന്നേക്കടോ. എഴുന്നേക്ക. തന്റെ ഇത്തരം ശീലങ്ങളൊന്നും ഇവിടെ നടപ്പില്ല. സ്ത്രീകളുള്ള വീടായത്. മര്യാദയ്ക്ക് പോയി മുണ്ടെടുത്തിട്ട് പാടോ. എനിക്ക് മുണ്ടെടുത്ത് ശീലമില്ല. ഇതാ മുണ്ട്. വൃത്തിയോട് കാണിക്കാണോ? മനസമാധാനത്തോടെ ഇരുന്ന് ആഹാരം കഴിക്കാം. കുടിച്ചു കുടിച്ച് തലയ്ക്ക് വെളിവില്ലാതായാലും എന്ത് ചെയ്യും? ആ മുണ്ട് കൊടുക്കും മനുഷ്യ. ആന്റി, നൈഫില്ലേ? എന്തിനാ നൈഫ് ആക്കുന്ന? കൊടുവാള് തരാം. എന്നെ ഒഴിച്ച് ബാക്കി എല്ലാവരും വെട്ടി നുറുക്കി ഫ്രൈ ആക്കി തിന്ന് ഒഴുക്കട്ടെ ശരീരം. നരഭോജി, നീ രാവിലെ വാങ്ങിച്ച ഫുള്ള് തീർത്ത്. നിങ്ങളുടെ ഒടുക്കത്തെ ഒരു കുടി കുടിച്ചു കുടിച്ച് എല്ലാം നശിപ്പിച്ചില്ലേ?
100 പവനും 50 പട്ടുസാരിയായിട്ടാ ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയത്. ഇപ്പൊ എന്താ ഉള്ളത്? ഒന്നുമില്ലേ? ഉണ്ട്, ഒരു ചുമന്ന പട്ടുസാരി. ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തെക്കോട്ട് എടുക്കുമ്പോ തിരുമോന്ത മൂട. ഇത് ഇവളുടെ ഒരു സ്ഥിരം കലാപരിപാടിയാ. 100 പവനും 50 പട്ടുസാരി. പക്ഷെ നീ ആള് ശരിയല്ല.